ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ തുടരുന്നതിൽ എതിർപ്പില്ല എന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. കോൺഗ്രസിന്റെ ഐഡിയോളജിയുമായി യോജിക്കുന്നവരോട് സഹകരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണെന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു. അത് തീരുമാനിക്കേണ്ട UDF സംസ്ഥാന നേതൃത്വമാണ്. ഏതായാലും വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലൊക്കെ UDFന് സഹായിച്ച പാർട്ടിയാണ്, തർക്കമില്ല. പക്ഷേ അവരുമായി ബന്ധമുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ആധികാരികമായി പറയാനാണല്ല, അത് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കും. അല്ല, ജില്ലാ നേതൃത്വത്തിനൊക്കെ ഇങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്യുന്ന ആളുകളാണ് മതേതരത്തിൽ വിശ്വസിക്കുന്ന ആരെയും കൂട്ടുപിടിച്ചിറക്കുന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾക്കുള്ളത്. ഈ ജനാധിപത്യം പോലും മറ്റൊക്കെ പോട്ടെ, ജനാധിപത്യം പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം, അത് കേന്ദ്രത്തിലാവട്ടെ കേരളത്തിലാവട്ടെ പഞ്ചായത്തിലാണ്, അവരെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയുമായി വിശിഷ്യ മതേതരത്വവുമായി ഉൾക്കൊണ്ടുപോകുന്ന ഏത് കക്ഷിയുമായും സഹകരിക്കുന്നത് തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. VS രഞ്ജിത്തുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ലല്ലോ. എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? ഈ സഹകരണം തുടരും, അത് പരസ്യമായി തന്നെ പറയും എന്ന രൂപത്തിലേക്ക് നീങ്ങുമോ? നമ്മൾ നിലമ്പൂരിൽ കണ്ടതിന്റെ തുടർച്ച. സ്മൃതി, സഹകരണം എന്ന വാക്കിന് അത് മാത്രമാണ് കോൺഗ്രസിനും UDFനും പ്രശ്നമുള്ളത്. ഒരു സഖ്യം, ധാരണ, നീക്കുപോക്ക്, സഹകരണം എന്നൊക്കെ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്തോ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ, മധ്യ കേരളത്തിലൊക്കെ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് UDFന് അറിയാം. തിരിച്ചടി ഉണ്ടാവും UDFന് അറിയാം. പക്ഷെ മലബാറിൽ അവർക്ക് വലിയ നേട്ടമാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ നേട്ടം കൈവിടാനും അവർക്ക് സാധിക്കില്ല. എന്നാൽ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള തിരിച്ചടി അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഖ്യമില്ല എന്നുള്ളതായിരിക്കും അവർ പരസ്യമായി പറയാൻ പോകുന്നത്. പക്ഷേ നീക്കുപോക്കുകളും ധാരണകളും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാകും. അത് മലബാറിൽ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനുമായി സഹകരിക്കാൻ സാധിക്കുന്ന മതേതര മുഖമുള്ള ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, കോൺഗ്രസിൻ്റെ ഐഡിയോളജിയുമായി യോജിച്ചു പോകണം എന്നുള്ളതാണ്. ഇവിടെ കോഴിക്കോട് മുക്കത്തും ചേന്നമംഗലൂരിലും കാരശ്ശേരിയിലും കൊടിയത്തൂരിലുമൊക്കെ പ്രാദേശികമായി ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാകും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തിരുന്നു. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പൊതു സ്വതന്ത്രൻ മലബാറിൽ ഉണ്ടാകും ജമാഅത്തെ ഇസ്ലാമിയുടേതും നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ഇതിനൊക്കെ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇതിൽ നിലമ്പൂരിൽ നടത്തിയ പരസ്യ പ്രതികരണം, അത് VD സതീശൻ നടത്തിയ പ്രതികരണം, അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിന്നീട് പല നേതാക്കൾക്കും അത് മാറ്റി പറയേണ്ടി വന്നു. അപ്പുറത്ത് ലീഗിന് പരസ്യമായി അങ്ങനെ ഒരു സഖ്യം എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. മലബാറിൽ ഇത് ഗുണം ചെയ്യുമെന്ന് പറയുമ്പോഴും മലബാറിൽ തന്നെയാണല്ലോ ലീഗിനും സ്വാധീനം. അപ്പോൾ ലീഗ് അതെങ്ങനെ പറഞ്ഞു നിൽക്കും? ലീഗിന്റെ മനസ്സിൽ എന്താണ് എന്നെങ്ങനെയാണ് അറിയുന്നത്? VS രഞ്ജിത്ത്. സുഹൃത്തി, ലീഗിനും ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. സഖ്യം എന്ന് പറയുന്നതിന് മാത്രമേ ലീഗിന് എതിരഭിപ്രായമുള്ളൂ. ഏതെങ്കിലും തരത്തിൽ അവരുമായി സഖ്യമുണ്ടാക്കി അവരെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയൊക്കെ ആക്കി കൂടെ നിർത്തുന്നതിന് മാത്രമേ ലീഗിനും എതിർപ്പുള്ളൂ. ഒരു ആശയ പ്രചരണത്തിനും ആശയ രൂപീകരണത്തിനും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പ്രചാരണ സംവിധാനങ്ങൾ, അവരുടെ ചാനലും അവരുടെ പത്രവും അവരുടെ ഇന്റലക്ച്വൽ സെല്ലും ഒക്കെ ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ആശയ പ്രചരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതൊരു മലബാറിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മുസ്ലിം ഐക്യം, ന്യൂനപക്ഷ ഐക്യമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒക്കെ മുസ്ലിം ലീഗും കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടാകാം എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് ആ നിലപാടനുസരിച്ചാണ് UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും വിശിഷ്യ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ നിലമ്പൂരിൽ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ഐഡിയോളജിക്കലായ ചില പ്രശ്നങ്ങൾ കൊണ്ട്, ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി തള്ളിപ്പറയാൻ ലീഗ് നിർബന്ധിതരാകുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമോ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളൊന്നും ലീഗിന് നേരത്തെ തള്ളിപ്പറഞ്ഞത് ലീഗിന് ഇപ്പോൾ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ സ്വീകരിച്ച ജമാഅത്തെ ഇസ്ലാമി ലീഗും തമ്മിലുള്ള സംഘടനാപരമായിട്ടുള്ള വിയോജിപ്പ് പോലും മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആശയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് ധാരണകളാകാം എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെയും ഇവിടുത്തെ നിലപാട്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമുള്ള തെരഞ്ഞെടുപ്പ് ധാരണ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് നൽകുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് സഖ്യം, ധാരണ എന്ന രൂപത്തിൽ പറയാൻ താല്പര്യമില്ല. അതൊരു സഹകരണം എന്ന രൂപത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും മലബാറിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്.